കംപ്ലീറ്റ് ഗൈഡ്. നിങ്ങൾക്ക് കളേഴ്സിന്റെ യൂസേജും അല്ലെങ്കിൽ എന്താണ് സിനിമകളിൽ കളർ എന്നുള്ള ഒരു എലമെന്റിന്റെ യൂസേജ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളത് 100% ഉറപ്പ്. കളർ സിനിമകളിൽ എന്തിന് യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ക്യാൻ കളർ ടെൽ എ സ്റ്റോറി? സിനിമകളിൽ പല രീതിയിലുള്ള കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, ഇങ്ങനെ പല രീതിയിലുള്ള കളേഴ്സ് യൂസ് ചെയ്യും. അത് നമ്മൾ കാണുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് വഴിയുള്ള കളേഴ്സ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വരെ ആവാം. അത്തരത്തിൽ ഫിലിം മേക്കിങ്ങിൽ എന്താണ് കളേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ഗൈഡ്. അതായത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കളേഴ്സിന്റെ യൂസേജും അല്ലെങ്കിൽ എന്താണ് സിനിമകളിൽ കളർ എന്നുള്ള ഒരു എലമെന്റിന്റെ യൂസേജ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഏതൊരു ഫിലിം മേക്കറും ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് ആണ്. കാരണം സ്ക്രീനിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം സ്ക്രീനിലേക്ക് കാണിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതൊരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കളർ. ഏതൊരു ഫിലിം മേക്കർ, അതായത് ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡിസൈനർ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു ആർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു വിഷ്വൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്ന എലമെന്റിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെല്ലിംഗ് ദ സ്റ്റോറി ത്രൂ വിഷ്വൽസ് ആണ്, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഏതൊരു പിക്ചറിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടായിരിക്കണം. ആ ഇമോഷൻസ് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യിക്കണം. സിനിമകളിൽ നമ്മൾ കളേഴ്സിനെ കുറിച്ച് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കളർ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെന്താണെന്നുള്ളത് അറിയണ്ടേ? ഫിലിം മേക്കിങ്ങിന്റെ ആദ്യ ഡെക്കേഡ്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാറ്റോഗ്രഫിയാണ് ഉണ്ടായത്. ഏകദേശം 1950കളോട് അടുക്കുമ്പോഴാണ് സിനിമകളിൽ കളർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ റീപ്ലേസ് ചെയ്തതും ഇതേ കാലഘട്ടത്തിൽ തന്നെ. അതുവരെ ലൈറ്റും ഷാഡോയും യൂസ് ചെയ്ത് സിനിമകളുടെ കഥ പറഞ്ഞവർക്ക് മുന്നിലേക്ക് കളർ പാലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതുവരെ കാണാത്ത രീതിയിലുള്ള പുതിയൊരു വേർഷൻ തന്നെ സിനിമകളിൽ വന്നു തുടങ്ങി. ഹൗ ക്യാൻ കളർ ടെൽ എ സ്റ്റോറി? കളർ സിനിമകളിൽ എന്തിന് യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഉത്തരമില്ല. അത് നമ്മൾ വിഷ്വലിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിരിക്കാം, ഡൈനാമിക് ആക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷൻ കൃത്യമായിട്ട് കൺവേ ചെയ്യാനായിരിക്കാം. അതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു ലൈറ്റ് വേണം, അല്ലെങ്കിൽ ഈ ഒരു കളർ അവിടെ വേണം, ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ. അത്തരത്തിൽ ഏതൊരു രീതി നമ്മളുടെ പേർപ്പസിനനുസരിച്ച്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതിനനുസരിച്ച് അതിൻ്റെ യൂസേജ് അല്ലെങ്കിൽ കളർ എന്ന് പറയുന്ന എലമെന്റിന്റെ യൂസേജ് മാറിക്കൊണ്ടേയിരിക്കും. വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു സ്റ്റോറി പറയാൻ വേണ്ടി പറ്റും. അത് നമ്മളെ ഫിസിക്കലി, ഇമോഷണലി, ഈവൻ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. ദാറ്റ് ദ ബെസ്റ്റ് പാർട്ട്. നമ്മളത് ഫീൽ ചെയ്യില്ല, നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കില്ല. നമ്മൾ ഒരു കഥ പറയുന്ന സമയത്ത് കളേഴ്സ് ക്യാൻ സെറ്റ് ദ ടോൺ ഓഫ് എ മൂവി, റെപ്രസെന്റ് ക്യാരക്ടർ ട്രെയ്റ്റ്സ്, ഷോ ചേഞ്ചസ് ഓർ ആർക്സ് ഇൻ ദ സ്റ്റോറി, ഓർ ബ്രിങ് സൈക്കോളജിക്കൽ റിയാക്ഷൻസ്. ഏതൊരു കളർ എടുത്താലും അതിന് 3 മെയിൻ കോമ്പണൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് ഹ്യൂ, രണ്ടാമത്തേത് സാച്ചുറേഷൻ, മൂന്നാമത്തേത് ബ്രൈറ്റ്നസ്. ഹ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ കളറാണ്. അതായത് റെഡ് ആകാം, ബ്ലൂ ആകാം, ഓറഞ്ച് ആകാം, ഗ്രീൻ ആകാം. എന്താണ് നമ്മൾ കാണുന്ന കളർ, ആക്ച്വൽ കളർ, അതാണ് ഹ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് സാച്ചുറേഷൻ. സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വരുന്നത്. അതായത് ഇത് എക്സ്ട്രീം വൈബ്രൻ്റ് ആകാം, അല്ലെങ്കിൽ ഫെയ്ഡഡ് ആകാം, അല്ലെങ്കിൽ ഡീസാച്ചുറേറ്റഡ് ആകാം, അതായത് ക്ലോസ് ടു ഗ്രേ. മൂന്നാമത് വരുന്നതാണ് ബ്രൈറ്റ്നസ്. ബ്രൈറ്റ്നസ് കൂടുമ്പോൾ ഏത് കളറും ലെറ്റ് ലാസ്റ്റ് വൈറ്റിലേക്ക് എത്തും. ഇങ്ങനെ തിരിച്ച് നമ്മൾ ബ്രൈറ്റ്നസ് കുറക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് മോർ ഡാർക്കർ. ദാറ്റ് ഈസ് ഏത് കളറാണോ അത് ഡാർക്കായിട്ട് മാറും, ലാസ്റ്റ് ബ്ലാക്കിലെത്തും. ഈ 3 എലമെന്റിനെ ബേസ് ആയിട്ടാണ് സിനിമകളിൽ കളർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് ആ ഒരു ഹോൾ മൂഡ് ആൻഡ് ടോൺ മാറ്റും. അതുവഴി നമുക്കൊരു ന്യൂ ഇമോഷൻസ് കിട്ടും, അതുവഴി നമുക്കൊരു ന്യൂ മൂവി തന്നെ കിട്ടും. ഓരോ കളേഴ്സും ഓഡിയൻസിൽ ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റെഡ് കളർ ഷോസ് ഡേഞ്ചർ, വയലൻസ്, പാഷൻ, ലവ്. അറ്റ് ദി സെയിം ടൈം ഗ്രീൻ ഷോസ് നാച്ചർ, ഹോപ്പ് ഓർ ഡാർക്ക്നെസ്. അതായത് റെഡ് എന്ന് പറയുന്ന കളർ നമുക്കൊരു ഡേഞ്ചർ കാണിക്കാം, അല്ലെങ്കിൽ വയലൻസ് കാണിക്കാൻ യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അത് ലവ് അല്ലെങ്കിൽ പാഷൻ എന്ന് പറയുന്ന എക്സ്ട്രീം ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കളറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല ഇന്ന കളർ ഇന്ന ഇമോഷൻ മാത്രം. അതൊരിക്കലും അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കളറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്.
ഏതൊരു കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സൈക്കോളജിക്കലി ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഇത്തരത്തിൽ ഓരോ കളേഴ്സും ഏതാണ് മീനിങ് കൺവേ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീറ്റ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എവിടെ നിന്ന് കിട്ടും എന്നറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. നെക്സ്റ്റ്, എന്താണ് കളർ സ്കീംസ്? കളർ കോമ്പിനേഷൻ. ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ ആ കളറിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഏത് കളർ യൂസ് ചെയ്യണം? റെഡ് കളർ എടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവും, അതുപോലെ റെഡ് കളറിനെ ബാലൻസ് ചെയ്യുന്ന വേറൊരു കളർ ഉണ്ടാവും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? 4 രീതിയിൽ നമുക്ക് കളർ സ്കീംസിനെ കാറ്റഗറൈസ് ചെയ്യാം. മോണോക്രോമാറ്റിക്, അനലോഗ്സ്, കോംപ്ലിമെന്ററി, ട്രയാഡിക്. ഇതിനെയാണ് ബാലൻസ്ഡ് കളർ സ്കീംസ് എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, മോണോക്രോമാറ്റിക്. കളർ വീലിലെ ഏതെങ്കിലും ഒരു ഹ്യൂ, അതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ ഷെയ്ഡ്സ്, ടോൺസ്, ടിൻസ് ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതാണ് മോണോക്രോമാറ്റിക് കളർ സ്കീംസ്. ഒരു ഹ്യൂവിലേക്ക് ടിൻസ് ആഡ് ചെയ്യുന്നത് ബൈ ആഡിങ് ദ വൈറ്റ് കളർ, ഷെയ്ഡ്സ് ആഡ് ചെയ്യുന്നത് ബൈ ആഡിങ് ദ ബ്ലാക്ക് കളർ. ദ ക്രിയേറ്റ് എ ഡീപ്ലി ഹാർമണസ് ഫീലിംഗ് ദാറ്റ് ഈസ് സോഫ്റ്റ്, ലള്ളിങ് ആൻഡ് സൂത്തിങ്. മേട്രിക്സ് എന്ന സിനിമയിൽ ഇത്തരത്തിലുള്ള മോണോക്രോമാറ്റിക് കളർ സ്കീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എവറി സീൻ ഗ്രീൻ കളർ പാലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മൂൺറൈസ് കിങ്ഡം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലും ഇതേ മോണോക്രോമാറ്റിക് യൂസേജ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഗ്രീൻ അല്ല, ഒരു യെല്ലോ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്പർ 2, അനലോഗ് കളർ സ്കീംസ്. കളർ വീലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 കളേഴ്സ്, ഇതിന്റെ കോമ്പിനേഷനെയാണ് അനലോഗ്സ് കളർ സ്കീംസ് എന്ന് പറയുന്നത്. മോണോക്രോമാറ്റിക് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ഹാർമണസ് ഫീലിംഗ്സ് ആണ് ഓഡിയൻസിലേക്ക് അനലോഗ്സ് കളേഴ്സ് കൊടുക്കുന്നത്. അനലോഗ്സ് കളേഴ്സിന്റെ ഗുഡ് എക്സാമ്പിൾ ആണ് റെഡ് ആൻഡ് വയലറ്റ് ഓർ യെല്ലോ ആൻഡ് ലൈം ഗ്രീൻ. നമ്പർ 3, കോംപ്ലിമെന്ററി കളേഴ്സ്. ഒരു കളർ വീലിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്. വിഷ്വലി ഹൈ കോൺട്രാസ്റ്റ് കൊടുക്കാനാണ് കോംപ്ലിമെന്ററി കളേഴ്സ് യൂസ് ചെയ്യുന്നത്. വാം ആൻഡ് കൂൾ കളേഴ്സിന്റെ കോമ്പിനേഷൻസ് വഴി വിഷ്വൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡ് ആൻഡ് ഗ്രീൻ ഓർ ബ്ലൂ ആൻഡ് ഓറഞ്ച്, ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് കോംപ്ലിമെന്ററി കളേഴ്സ് ഇൻ ഫിലിംസ്. ഈ എക്സാമ്പിൾസിലൊക്കെ കാണുന്നത് യൂസ് ഓഫ് കോംപ്ലിമെന്ററി കളേഴ്സ് ആണ്. നമ്പർ 4, ട്രയാഡിക് കളർ സ്കീംസ്. കളർ വീൽസിൽ ഈക്വലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള 3 കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ട്രയാഡിക് കളർ സ്കീംസ് എന്ന് പറയുന്നത്. ഇത് മുകളിലുള്ള സ്കീംസ് പോലെ അത്ര കോമൺ ആയിട്ട് സിനിമകളിൽ യൂസ് ചെയ്യുന്ന ഒന്നല്ല, ബിക്കോസ് ദേ ക്രിയേറ്റ് എ ബിറ്റ് ഓഫ് കാർട്ടൂണിഷ് എഫക്റ്റ്. പക്ഷേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കീംസ് ഈ സിനിമകളിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ജോക്കർ എന്ന് പറയുന്ന സിനിമകളിൽ ഇത്തരത്തിലുള്ള ട്രയാഡിക് യൂസേജിന്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കളർ സ്കീംസ്, അല്ലെങ്കിൽ സിനിമകളിൽ യൂസ് ചെയ്യുന്ന 4 ടൈപ്സ് ഓഫ് കളർ സ്കീംസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതൊരു കളറും എന്താണ് കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കളർ കാണിക്കുന്ന സമയത്ത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി, ഇമോഷണലി ഓഡിയൻസിനെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് നോക്കാം. കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ കൂടെ കളേഴ്സ് എങ്ങനെ സിംബോളിക്കലി യൂസ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക് കൂടി ഉണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ വളരെ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് അതിൻ്റെ പാർട്ട് നെക്സ്റ്റ് വരും. ചീറ്റ് ഷീറ്റ് ഇനി എവിടെ നിന്ന് കിട്ടും, ഇതല്ലേ ഇനി അറിയേണ്ടത്. അത് വേറെ ഒന്നും ചെയ്യണ്ട. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നേരെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ചീറ്റ് ഷീറ്റ്, അതായത് കളേഴ്സ്, ഓരോ കളേഴ്സും അല്ലെങ്കിൽ ഏതൊരു കളറും കൺവേ ചെയ്യുന്ന ഇമോഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ടിപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.